ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 സൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് നമുക്കൊന്ന് പീസ് ആക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് കണ്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു സവാളയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും തന്നെ ഒന്ന് കട്ട് ചെയ്ത് കണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ അടിച്ചെടുക്കാൻ. ഞാനിത് നമുക്കൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒരു ലൂസായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതിൽ ഓരോ ബൗൾസായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാതും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റൗവിൽ ഞാനൊരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓയിൽ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് കുക്ക് ചെയ്യാൻ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഉള്ളു വേവാതെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന ടൈമിൽ നമുക്ക് കൊടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.